കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ പൊന്നു ഗുരുവായൂരപ്പന്റെ മുന്നിൽ നമ്മൾ മനസ്സുകൊണ്ട് നമസ്കരിക്കുകയാണ്. നമ്മൾ നാരായണീയം പാരായണത്തിന്റെ 5-ാമത്തെ സെഷനാണിന്ന്. ഇന്ന് നമ്മൾ മൂന്നാമത്തെ ദശകം ചൊല്ലാൻ പഠിക്കുകയാണ്. മൂന്നാമത്തെ ദശകത്തിലെ ശ്ലോകം 1 മുതൽ 5 വരെ നമുക്കിന്ന് ചൊല്ലാൻ പഠിക്കാം. അതിനു മുന്നേ നമുക്ക് ധ്യാന ശ്ലോകം ചൊല്ലിക്കൊണ്ട് ആരംഭിക്കാം. സ്ക്രീൻ കാണാമോ? കാണാം. ആ, ശരി. गजाननं भूतगणादिसेवितं कपित्तजम्बूफलसारभक्षितम् उमासुतं शोकविनाशकारणं नमामि विघ्नेश्वरपादपङ्कजम्। शुक्लाम्बरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये। सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा। सान्द्रानन्दावबोधात्मकम् अनुपमिदं कालदेशावधिभ्यां निर्मुक्तं नित्यमुक्तं निगमशतसहस्रेण निर्भास्यमानम् अस्पष्टं दृष्टमात्रे पुनः उरुपुरुषार्थात्मकं ब्रह्मतत्त्वं तत्तावद्भाति साक्षात् गुरुपवनपुरे हन्त भाग्यं जनानां। नम्राणां सन्निधत्से सततमपि पुरस्तैरनभ्यर्थितानपि अर्थान् कामानजस्रं वितरसि परमानन्दसान्द्रां गतिं च। इत्थं निःशेषलभ्यो निरवधिकफल पारिजातो हरे त्वं क्षुद्रं तं शक्रवाटीद्रुममभिलषति व्यर्थमर्थिव्रजोऽयम्। सूर्यस्पर्धिकिरीटमूर्ध्वतिलकप्रोद्भासि भालान्तरम् कारुण्याकुलनेत्रमार्द्रहसितोल्लासं सुनासापुटम् गण्डोद्यन्मकराभकुण्डलयुगं कण्डोज्ज्वलत्कौस्तुभम् त्वद्रूपं वनमाल्यहारपटल श्रीवत्सदीप्रं भजे। केयूराङ्गदकङ्कणोत्तममहारत्नाङ्गुलीयाङ्कित श्रीमद्बाहुचतुष्कसङ्गदगदा शङ्खारिपङ्गेरुहाम् काञ्चित् काञ्चनकाञ्चिलाञ्चिदलसत् पीताम्बरालम्बिनीम् आलम्बे विमलाम्बुजद्युतिपदां मूर्तिं तवार्तिच्छिदम् पठन्तो नामानि प्रमदभरसिन्धौ निपतिताः स्मरन्तो रूपं ते वरद कथयन्तो गुणकथाः चरन्तो ये भक्तास्त्वयि खलु रमन्ते परममून् अहं धन्यान् मन्ये समधिगत सर्वाभिलषितान् विधूय क्लेशान् मे कुरु चरणयुग्मं धृतरसं भवत्क्षेत्रप्राप्तौ करमपि जते पूजनविधौ
भवन्मूर्त्यालोके नयनम् अथ ते पादतुलसी परिघ्राणे घ्राणम् श्रवणमपि ते चारुचरिते श्रीहरये नमः गोपिका जीवनस्मरणं गोविन्द गोविन्द ദശകം 3 ആരംഭിക്കാം. ദശകം 3-ൽ തനിക്ക് ഭഗവാനോടുള്ള ഭക്തി ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഭട്ടതിരി രണ്ടാമത്തെ ദശകം അവസാനിപ്പിച്ചത്. ഈ ദശകത്തിൽ ഭഗവാന്റെ കാരുണ്യം ഉണ്ടായാൽ മാത്രമേ തനിക്ക് ഭക്തി നിലനിർത്താനും വർദ്ധിപ്പിക്കുവാനും സാധിക്കുകയുള്ളൂ എന്ന് പറയുകയാണ് ഭട്ടതിരി. പുണ്യ ഗുരുവായൂരപ്പനെ എല്ലാവരും മനസ്സിൽ ഗുരുവായിട്ട് സങ്കല്പിച്ചുകൊണ്ട് നമുക്ക് പഠിക്കാൻ ആരംഭിക്കാം. ദശകം 3 ഭക്തി പ്രാർത്ഥന. ശ്ലോകം 1 യഥാർത്ഥ ഭക്തന്മാരുടെ സ്വഭാവം എന്താണ് എന്നാണ് ഭട്ടതിരി പറയുന്നത്. ഭക്താഭിഷ്ടങ്ങൾ നൽകുന്ന ഗുരുവായൂരപ്പ, നിന്തിരുവടിയുടെ തിരുനാമങ്ങളെ കീർത്തനം ചെയ്തുകൊണ്ടും നിന്തിരുവടിയുടെ ദിവ്യരൂപത്തെ ധ്യാനിച്ചുകൊണ്ടും ഗുണങ്ങളും കഥകളും പറഞ്ഞുകൊണ്ടും പരമാനന്ദ സമുദ്രത്തിൽ മുഴുകി യഥേഷ്ടം സഞ്ചരിക്കുന്നവരായ യാതൊരു ഭക്തന്മാർ നിന്തിരുവടിയിൽ തന്നെ രമിക്കുന്നുവോ അവരെ മാത്രമേ ഞാൻ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ച ഭാഗ്യവാന്മാരായി കരുതുന്നുള്ളൂ എന്നാണ് ഭട്ടതിരി ഈ ശ്ലോകത്തിൽ പറയുന്നത്. കഥ എങ്ങനെയാണ് ചൊല്ലുന്നത് പഠിക്കാം. പഠന്തോ നാമാനി പ്രമദഭരസിന്ധൗ നിപതിതാഃ സ്മരന്തോ രൂപം തേ വരദ കഥയന്തോ ഗുണകഥാഃ ചരന്തോ യേ ഭക്താസ്ത്വയി ഖലു രമന്തെ പരമമൂൻ അഹം ധന്യാൻ മന്യേ സമധിഗത സർവാഭിലഷിതാൻ. പദം പിരിക്കുന്ന എങ്ങനെയാന്ന് നോക്കാം. പഠന്തഃ നാമാനി പ്രമദഭര സിന്ധൗ നിപതിതാഃ സ്മരന്തഃ രൂപം തേ വരദ കഥയന്തഃ ഗുണകഥാഃ ചരന്തഃ യേ ഭക്താഃ ത്വയി ഖലു രമന്തെ പരം അമൂൻ അഹം ധന്യാൻ മന്യേ സമധിഗത സർവ അഭിലഷിതാൻ. ഒരു വട്ടം കൂടെ നോക്കാം. പഠന്തഃ നാമാനി പ്രമദഭര സിന്ധൗ നിപതിതാഃ സ്മരന്തഃ രൂപം തേ വരദ കഥയന്തഃ ഗുണകഥാഃ ചരന്തഃ യേ ഭക്താഃ ത്വയി ഖലു രമന്തെ പരം അമൂൻ അഹം ധന്യാൻ മന്യേ സമധിഗത സർവ അഭിലഷിതാൻ. ഓരോ വരിയായിട്ട് നോക്കാം. പഠന്തോ നാമാനി പ്രമദഭര സിന്ധൗ നിപതിതാഃ പഠന്തോ നാമാനി പ്രമദഭര സിന്ധൗ നിപതിതാഃ പഠന്തോ നാമാനി പ്രമദഭര സിന്ധൗ നിപതിതാഃ. രണ്ടാമത്തെ വരി. സ്മരന്തോ രൂപം തേ വരദ കഥയന്തോ ഗുണകഥാഃ സ്മരന്തോ രൂപം തേ വരദ കഥയന്തോ ഗുണകഥാഃ സ്മരന്തോ രൂപം തേ വരദ കഥയന്തോ ഗുണകഥാഃ. മൂന്നാമത്തെ വരി. ചരന്തോ യേ ഭക്താസ്ത്വയി ഖലു രമന്തെ പരമമൂൻ ചരന്തോ യേ ഭക്താസ്ത്വയി ഖലു രമന്തെ പരമമൂൻ ചരന്തോ യേ ഭക്താസ്ത്വയി ഖലു രമന്തെ പരമമൂൻ. ലാസ്റ്റ് ലൈൻ ചൊല്ലാം. അഹം ധന്യാൻ മന്യേ സമധിഗത സർവാഭിലഷിതാൻ
अहं धन्यान्मन्ये समधिगत सर्वाभिलषितान् अहं धन्यान्मन्ये സമധിഗത സർവാഭിലഷിതാൻ. ആ ശ്ലോകം ഒന്നുകൂടെ നോക്കാം. പഠന്തോ നാമാനി പ്രമദഭരസിന്ധൗ നിപതിതാഃ സ്മരന്തോ രൂപം തേ വരദ കഥയന്തോ ഗുണകഥാഃ चरन्तो ये भक्तास्त्वयि खलु रमन्ते परममून् अहं धन्यान् मन्ये समधिगत सर्वाभिलषितान्. നമുക്ക് രണ്ടാമത്തെ ശ്ലോകത്തിലേക്ക് പോവാം. गदक्लिष्टं कष्टं तव चरणसेवारसभरेऽपि अनासक्तं चित्तं भवति भदविष्णो कुरु दयाम् भवत्पादाम्भोजस्मरणरसिको नाम निवहान् अहं गायं കുഹജന വിവത്സ്യാമി വിജനേ. ഈ ശ്ലോകത്തിൽ ഭട്ടതിരിക്ക് രോഗം മൂർച്ഛിച്ച് ഭജനം തുടരുവാൻ സാധിക്കാത്ത നിലയിലാണെന്നും തന്നോട് കരുണ ചെയ്യണേ എന്നും ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. രോഗങ്ങൾ ക്ലേശിപ്പിച്ച് വേദന അനുഭവിക്കുന്ന മനസ്സ് നിന്തിരുവടിയുടെ പാദ ശുശ്രൂഷയാകുന്ന പരമാനന്ദത്തിൽ പോലും ഉറച്ചു നിൽക്കുവാൻ കഴിവില്ലാത്തതായി തീരുന്നുവല്ലോ. കഷ്ടം. സർവേശ്വര, എന്നിൽ കരുണ ചെയ്യണമേ. ഞാൻ അങ്ങയുടെ തൃപ്പാദങ്ങളെ ധ്യാനിച്ചും രസിച്ചുകൊണ്ടും തിരുനാമങ്ങളെ വീണ്ടും വീണ്ടും പാടിക്കൊണ്ടും ഏതെങ്കിലും ഒരു വിജന പ്രദേശത്ത് ചെന്ന് വസിക്കണമോ ഇവിടെ എന്ന് ചോദിക്കുകയാണ് ഭട്ടതിരി. ഇവിടെ വിജന പ്രദേശം എന്നുദ്ദേശിക്കുന്നത് നമ്മളെ തന്നെ ഉള്ളിലുള്ള ഏകാന്തതയിൽ നിന്ന് ഭഗവാനെ ധ്യാനിക്കണമോ എന്നാണ് ഭട്ടതിരി ചോദിക്കുന്നത്. നമുക്ക് അതിൻ്റെ പദം പിരിച്ചുള്ളത് നോക്കാം. ഗതക്ലിഷ്ടം കഷ്ടം തവ ചരണ സേവാ രസഭരേ അപി അനാസക്തം ചിത്തം ഭവതി ബദ വിഷ്ണോ കുരുദയാം ഭവത് പാദ അംബോജ സ്മരണ രസികഃ നാമ നിവഹാൻ അഹം ഗായം കുഹജന വിവത്സ്യാമി വിജനേ. ഒരു വട്ടം കൂടെ നോക്കാം. ഗതക്ലിഷ്ടം കഷ്ടം തവ ചരണ സേവാ രസഭരേ അപി അനാസക്തം ചിത്തം ഭവതി ബദ വിഷ്ണോ കുരുദയാം ഭവത് പാദ അംഭോജ സ്മരണ രസികഃ നാമ നിവഹാൻ അഹം ഗായം കുഹജന വിവത്സ്യാമി വിജനേ. ഓരോ വരിയായിട്ട് നോക്കാം. ഗദക്ലിഷ്ടം കഷ്ടം തവ ചരണ സേവാ രസഭരേപി ഗദക്ലിഷ്ടം കഷ്ടം തവ ചരണ സേവാ രസഭരേപി ഗദക്ലിഷ്ടം കഷ്ടം തവ ചരണ സേവാ രസഭരേപി. അടുത്ത വരി നോക്കാം. അനാസക്തം ചിത്തം ഭവതി ബദ വിഷ്ണോ കുരുദയാം അനാസക്തം ചിത്തം ഭവതി ബദ വിഷ്ണോ കുരുദയാം അനാസക്തം ചിത്തം ഭവതി ബദ വിഷ്ണോ കുരുദയാം. മൂന്നാമത്തെ വരി. ഭവത്പാദാംഭോജ സ്മരണരസികോ നാമ നിവഹാൻ ഭവത്പാദാംഭോജ സ്മരണരസികോ നാമ നിവഹാൻ ഭവത്പാദാംഭോജ സ്മരണരസികോ നാമ നിവഹാൻ. നാലാമത്തെ വരി. അഹം ഗായം
कुहजन विवत्स्यामि विजने अहं गायं गायं कुहजन विवत्स्यामि विजने अहं गायं गायं कुहजन വിവത്സ്യാമി വിജനേ. ആ ശ്ലോകം ഒന്നുകൂടെ നോക്കാം. ഗദക്ലിഷ്ടം കഷ്ടം തവ ചരണസേവാരസഭരേപി അനാസക്തം ചിത്തം ഭവതി ബദ വിഷ്ണോ കുരുദയാം ഭവത്പാദാംബോജ സ്മരണരസികോ നാമ നിവഹാൻ അഹം ഗായം ഗായം കുഹജന വിവത്സ്യാമി വിജനേ. നമുക്കിനി മൂന്നാമത്തെ ശ്ലോകത്തിലേക്ക് പോവാം. മൂന്നാമത്തെ ശ്ലോകത്തിൽ ഗുരുവായൂരപ്പന്റെ കാരുണ്യം ഉണ്ടായാൽ സാധ്യമാവാത്തതായിട്ട് ഒന്നുമില്ല എന്നാണ് ഭട്ടതിരി പറയുന്നത്. നിന്തിരുവടിയുടെ കാരുണ്യം ഉണ്ടാവുന്ന പക്ഷം ദേഹികൾക്ക് എന്തൊന്നു തന്നെയാണ് ലഭിക്കാത്തതായിട്ടുള്ളത്. എന്റെ ക്ലേശങ്ങൾ തീർക്കുക എന്നത് എത്ര നിസ്സാരം അല്ലയോ ഗുരുവായൂരപ്പ. ഈ ലോകത്തിൽ അങ്ങയുടെ എത്രയെത്ര ഭക്തന്മാർ എല്ലാ സമയവും ദുഃഖമൊന്നും കൂടാതെ ജീവൻ മുക്തരായി ഒന്നിലും താല്പര്യമില്ലാതെ സ്വൈരസഞ്ചാരം ചെയ്യുന്നതായി ഉണ്ട് എന്നാണ് ഭട്ടതിരി പറയുന്നത്. ശ്ലോകം നോക്കാം. കൃപാ തേ ജാതാ ചേത് കിമിവ നഹി ലഭ്യം തനുഭൃതാം മദീയ ക്ലേശൗഖ പ്രശമനദശാ നാമ കിയതി ന കേകേ ലോകേസ്മിന്നനിശമയി ശോകാഭിരഹിതാ ഭവദ്ഭക്താ മുക്താ സുഖഗതിമസക്താ വിദധതേ. പദം പിരിക്കുന്ന എങ്ങനെ നോക്കാം. കൃപാ തേ ജാതാ ചേത് കിം ഇവ നഹി ലഭ്യം തനുഭൃതാം മദീയ ക്ലേശ ഔഖ പ്രശമനദശ നാമ കിയതി ന കേകേ ലോകേ അസ്മിൻ അനിശം ഐ ശോക അഭിരഹിത ഭവത് ഭക്താ മുക്താഹ സുഖഗതിം അസക്ത വിദധത്തെ. ഒരു വട്ടം കൂടെ നോക്കാം. കൃപാ തേ ജാതാ ചേത് കിം ഇവ നഹി ലഭ്യം തനുഭൃതാം മദീയ ക്ലേശ ഔഖ പ്രശമനദശ നാമ കിയതി ന കേകേ ലോകേ അസ്മിൻ അനിശം ഐ ശോക അഭിരഹിത ഭവത് ഭക്താ മുക്താഹ സുഖഗതിം അസക്ത വിദധത്തെ. ഓരോ വരിയായിട്ട് നോക്കാം. കൃപാ തേ ജാതാ ചേത് കിമിവ നഹി ലഭ്യം തനുഭൃതാം കൃപാ തേ ജാതാ ചേത് കിമിവ നഹി ലഭ്യം തനുഭൃതാം കൃപാ തേ ജാതാ ചേത് കിമിവ നഹി ലഭ്യം തനുഭൃതാം. രണ്ടാമത്തെ വരിയോട്ട് പോവാം. മദീയ ക്ലേശൗഖ പ്രശമനദശാ നാമ കിയതി മദീയ ക്ലേശൗഖ പ്രശമനദശാ നാമ കിയതി മദീയ ക്ലേശൗഖ പ്രശമനദശാ നാമ കിയതി. മൂന്നാമത്തെ വരി. ന കേകേ ലോകേസ്മിന്നനിശമയി ശോകാഭിരഹിതാ ന കേകേ ലോകേസ്മിന്നനിശമയി ശോകാഭിരഹിതാ ന കേകേ ലോകേസ്മിന്നനിശമയി ശോകാഭിരഹിതാ. അവസാനത്തെ വരി. ഭവദ്ഭക്താ മുക്താ സുഖഗതിമസക്താ
विदधते भवद्भक्ता मुक्ता सुखगतिमसक्ता विदधते भवद्भक्ता मुक्ता സുഖഗതിമസക്താ വിദധതേ. ആ ശ്ലോകം ഒന്നുകൂടെ നോക്കാം. കൃപാ തേ ജാതാ ചേത് കിമിവ നഹി ലഭ്യം തനുഭൃതാം മദീയക്ലേശൗഘ പ്രശമനദശാ നാമ കിയതി न के लोकेऽस्मिन्ननिशमयि शोकाभिरहिता भवद्भक्ता मुक्ता സുഖഗതിമസക്താ വിദധതേ. നമുക്ക് നാലാമത്തെ ശ്ലോകത്തിലേക്ക് പോകാം. നാലാമത്തെ ശ്ലോകത്തിൽ ഭക്തിയാൽ ആരോഗ്യവാന്മാരായി സഞ്ചരിക്കുന്ന ചില ഭക്തോത്തമന്മാരെ ഉദാഹരിക്കുകയാണ് ഭട്ടതിരി. സർവേശ്വര, ഗൂഢമായ ആത്മഗതിയുള്ളവരും അങ്ങയുടെ പാദപങ്കജങ്ങളെ സ്മരിച്ച് അരോഗന്മാരുമായ നാരദൻ മുതലായ മഹർഷിമാർ ലോകത്തിൽ പ്രസിദ്ധന്മാരാണല്ലോ. അവർ എപ്പോഴും എവിടെയും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന സച്ചിദാനന്ദാത്മകമായ അദ്വൈത പ്രവാഹത്തിൽ മുഴുകിക്കൊണ്ട് സ്വൈരസഞ്ചാരം ചെയ്യുന്നു. വേറെ എന്താണ് സാധിക്കേണ്ടതായിട്ടുള്ളത് എന്ന് ആണ് ഭട്ടതിരി ഈ ശ്ലോകത്തിൽ കൂടെ ചോദിക്കുന്നത് ഭഗവാനോട്. ഈ ശ്ലോകം നോക്കാം. മുനി പ്രൗഢാരൂഢാ ജഗതി ഖലു ഗൂഢാത്മഗതയോ ഭവത്പാദാംഭോജ സ്മരണ വിരുജോ നാരദമുഖാഃ ചരന്തീശസ്വൈരം സതത പരിനിർഭാത പരചിത് സദാനന്ദാദ്വൈത പ്രസര പരിമഗ്നാ കിമപരം. പദം പിരിക്കുന്ന വിധം നോക്കാം. മുനി പ്രൗഢ രൂഢ ജഗതി ഖലു ഗൂഢാത്മഗതയഃ ഭവത് പാദ അംഭോജ സ്മരണ വിരുജഃ നാരദമുഖാഃ ചരന്തി ഈശ സ്വൈരം സതത പരിനിർഭാത പരചിത് സദാനന്ദ അദ്വൈത പ്രസര പരിമഗ്നാഃ കിം അപരം. ഒരു വട്ടം കൂടെ നോക്കാം. മുനി പ്രൗഢ രൂഢ ജഗതി ഖലു ഗൂഢാത്മഗതയഃ ഭവത് പാദ അംഭോജ സ്മരണ വിരുജഃ നാരദമുഖാഃ ചരന്തി ഈശ സ്വൈരം സതത പരിനിർഭാത പരചിത് സദാനന്ദ അദ്വൈത പ്രസര പരിമഗ്നാഃ കിം അപരം. ഒരു വരിയായിട്ട് നോക്കാം. മുനി പ്രൗഢാരൂഢ ജഗതി ഖലു ഗൂഢാത്മഗതയോ മുനി പ്രൗഢാരൂഢ ജഗതി ഖലു ഗൂഢാത്മഗതയോ മുനി പ്രൗഢാരൂഢ ജഗതി ഖലു ഗൂഢാത്മഗതയോ. രണ്ടാമത്തെ വരി നോക്കാം. ഭവത്പാദാംഭോജ സ്മരണ വിരുജോ നാരദമുഖാഃ ഭവത്പാദാംഭോജ സ്മരണ വിരുജോ നാരദമുഖാഃ ഭവത്പാദാംഭോജ സ്മരണ വിരുജോ നാരദമുഖാഃ. മൂന്നാമത്തെ വരി. ചരന്തീശസ്വൈരം സതത പരിനിർഭാത പരചിത് ചരന്തീശസ്വൈരം സതത പരിനിർഭാത പരചിത് ചരന്തീശസ്വൈരം സതത പരിനിർഭാത പരചിത്. ലാസ്റ്റ് ലൈന്. സദാനന്ദാദ്വൈത പ്രസര പരിമഗ്നാ കിമപരം സദാനന്ദാദ്വൈത പ്രസര പരിമഗ്നാ കിമപരം
സദാനന്ദാദ്വൈത പ്രസരപരിമഗ്നാ കിമപരം. ആ ശ്ലോകം ഒന്നുകൂടെ നോക്കാം. मुनिप्रौढारूढा जगति खलु गूढात्मगतयो भवत्पादाम्भोज स्मरणविरुजो नारदमुखाः चरन्दीश स्वैरं सददपरिनिर्भातपरचित् സദാനന്ദാദ്വൈത പ്രസരപരിമഗ്നാ കിമപരം. അഞ്ചാമത്തെ ശ്ലോകത്തിലേക്ക് പോകാം. അഞ്ചാമത്തെ ശ്ലോകത്തില് നാരദാദികൾക്കെന്ന പോലെ തനിക്കും ഭക്തി വർദ്ധിച്ചു വരണമേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് ഭട്ടതിരി. ഭഗവാനോടുള്ള ആ ഭക്തി തന്നെയാണ് എല്ലാ ദുഃഖങ്ങളെയും വേരോടെ നശിപ്പിക്കുന്നത് എന്നതിന് തൻ്റെ മനസ്സിൽ തെല്ലുപോലും സംശയമില്ല എന്നാണ് ഭട്ടതിരി പറയുന്നത്. അങ്ങനെയല്ല എങ്കിൽ വേദവ്യാസ വചനവും നിന്തിരുവടിയുടെ ഉപദേശവും ഉപനിഷദ് വാക്യങ്ങളും എല്ലാം തെരുവിൽ തിരിയുന്ന മൂഢന്മാരുടെ വാക്കുകൾ പോലെ അസത്യമാണെന്ന് വരും എന്നാണ് ഭട്ടതിരി ഈ ശ്ലോകത്തിലൂടെ പറയുന്നത്. നമുക്ക് ശ്ലോകം നോക്കാം. ഭവദ്ഭക്തിസ്ഫീതാ ഭവതു മമ സൈവ പ്രശമയേത് അശേഷക്ലേശൗഖം ന ഖലു ഹൃദി സന്ദേഹകണികാ ന ചേദ്വ്യാസസ്യോക്തിസ്തവ ച വചനം നൈകമവചോ ഭവേന്മിഥ്യാരഥ്യാ പുരുഷവചന പ്രായമഖിലം. പദം പിരിക്കുന്ന വിധം നോക്കാം. ഭവത് ഭക്തിഃ സ്ഫീതാ ഭവതു മമ സ ഏവ പ്രശമയേത് അശേഷ ക്ലേശ ഔഖം ന ഖലു ഹൃദി സന്ദേഹകണിക ന ചേത് വ്യാസസ്യ ഉക്തിഃ തവ ച വചനം നൈഗമവചഃ ഭവേത് മിഥ്യാ രഥ്യാ പുരുഷവചന പ്രായം അഖിലം. ഒരു വട്ടം കൂടെ നോക്കാം. ഭവത് ഭക്തിഃ സ്ഫീതാ ഭവതു മമ സ ഏവ പ്രശമയേത് അശേഷ ക്ലേശ ഔഖം ന ഖലു ഹൃദി സന്ദേഹകണിക ന ചേത് വ്യാസസ്യ ഉക്തിഃ തവ ച വചനം നൈഗമവചഃ ഭവേത് മിഥ്യാ രഥ്യാ പുരുഷവചന പ്രായം അഖിലം. ഓരോ വരിയായി നോക്കാം. ഭവത് ഭക്തിസ്ഫീതാ ഭവതു മമ സൈവ പ്രശമയേത് ഭവത് ഭക്തിസ്ഫീതാ ഭവതു മമ സൈവ പ്രശമയേത് ഭവത് ഭക്തിസ്ഫീതാ ഭവതു മമ സൈവ പ്രശമയേത്. രണ്ടാമത്തെ വരി. അശേഷക്ലേശൗഖം ന ഖലു ഹൃദി സന്ദേഹകണികാ അശേഷക്ലേശൗഖം ന ഖലു ഹൃദി സന്ദേഹകണികാ അശേഷക്ലേശൗഖം ന ഖലു ഹൃദി സന്ദേഹകണികാ. മൂന്നാമത്തെ വരി. ന ചേദ്വ്യാസസ്യോക്തിസ്തവ ച വചനം നൈഗമവചോ ന ചേദ്വ്യാസസ്യോക്തിസ്തവ ച വചനം നൈഗമവചോ ന ചേദ്വ്യാസസ്യോക്തിസ്തവ ച വചനം നൈഗമവചോ. അവസാനത്തെ വരി. ഭവേന്മിഥ്യാരഥ്യാ പുരുഷവചന പ്രായമഖിലം ഭവേന്മിഥ്യാരഥ്യാ പുരുഷവചന പ്രായമഖിലം ഭവേന്മിഥ്യാരഥ്യാ പുരുഷവചന പ്രായമഖിലം. ആ ശ്ലോകം ഒന്നുകൂടെ നോക്കാം. ഭവത്
तृप्तिस्पीता भवतु मम सैव प्रशमयेत् अशेषक्लेशौघं न खलु हृदि सन्देहकणिका न चेद्व्यासस्योक्तिस्तव च वचनं नैकमवचो भवेन्मिथ्यारत्या पुरुषवचना प्रायमखिलम्। श्रीहरे नमः श्रीहरे नमः। गोपिका जीवनस्मरणं गोविन्द गोविन्द। नारायण। ബാക്കി നമുക്ക് അടുത്ത സെഷനിൽ കണ്ടിന്യൂ ചെയ്യും. നാരായണ നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. കൃഷ്ണ.